Good afternoon. Afternoon, ma'am. Good afternoon, madam. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, നമ്മൾ റെഡിയായോ? റെഡി? റെഡിയാണ് മാം. റെഡിയാണ്. ഓക്കെ, വെരി ഗുഡ്. എവിടെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പഠിച്ചു നിർത്തിയത് വല്ല ഓർമ്മയുണ്ടോ? മിനി മോൾ പറയാമോ? മിനി മോൾ ഇടയ്ക്കൊക്കെ പേര് നിങ്ങളെ കാണുന്നത് വിളിക്കുന്നത് തോന്നുന്നതുകൊണ്ടാണ് കൈ വിളിക്കണേ. ഹലോ, എവിടെയാ നമ്മൾ ഏത് ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാ നമ്മൾ നിർത്തിയെന്ന് പറയാമോ? ജെറിയാട്രിക്സ്. യെസ്, ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ നിർത്തിയത്. എല്ലാവരും അവിടെ വരെ എത്തിയോ? പകുതി ആളുകൾ ഈ വഴിയിലാണോ? അയ്യോ ടീച്ചർ ഇവിടെ വരെ എത്തിയില്ലല്ലോ എന്നൊന്നും പറയരുത്. കൃത്യമായിട്ട് അവിടെ വരെ എത്തിയിട്ടുണ്ട്. ബാക്കിയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. എവിടെ വരെയൊക്കെ നന്നായി വായിച്ചു നോക്കിയിരുന്നു എല്ലാവരും? വായിച്ചൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒന്നും ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ക്ലാസ്സിൽ നമ്മൾ എടുത്തു തീർത്തപ്പോ ഞാൻ ചോദിച്ചതാണ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വരെയൊക്കെ എടുത്തത്. ഓക്കെ, ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് അല്ലെ? ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാന്ന് പറഞ്ഞല്ലോ. എന്തിനായിരുന്നു ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? The department which is dealing with the wide range of illness which is occurred to elderly people, അല്ലെങ്കിൽ suffered by elderly people അല്ലെ? എൽഡർലി പീപ്പിൾ, അതായത് വളരെ പ്രായമൊക്കെ ചെന്ന ആളുകൾക്ക് ഉണ്ടാകാവുന്ന വൈഡ് റേഞ്ച് ഓഫ് ഇൽനസ്, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സമീപിക്കുന്ന ഓൾഡ് ഏജ് പീപ്പിളിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകം ഡിപ്പാർട്ട്മെന്റ്. കാരണം അവർക്ക് ചില എന്താ പറയാ ഈ പറയുന്ന പോലെ എന്തെങ്കിലും തരത്തിലുള്ള വയസ്സായപ്പോൾ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചില എക്യുപ്മെന്റുകൾ വേണ്ടി വരും. അവർക്ക് പ്രത്യേകം സജ്ജീകരിച്ച രീതിയിലുള്ള എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ആണ് അവർക്ക് വേണ്ടിയിട്ട്. അവരുടെ കിടക്കുന്ന രീതിക്കും അതുപോലെ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത ചില എക്യുപ്മെന്റുകളൊക്കെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. അത്തരം ആളുകൾ സഫർ ചെയ്യുന്ന ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ്സുകളുടെ കുറച്ച് പേരുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടിരുന്നു. സ്ട്രോക്ക്, ഗ്യാസ്ട്രോഎൻട്രോളജി, അബ്ഡോമിനൽ ഡിസോർഡേഴ്സ് ഒക്കെ, വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഡയബറ്റീസ്, പിന്നെ ലോക്കോമോട്ടോർ പ്രോബ്ലംസ്, ദാറ്റ് മീൻസ് മൂവ്മെന്റ്, മൊബിലിറ്റി ഫങ്ഷൻസ്, നമ്മുടെ ഓട്ടം, ചാട്ടം, നടത്തം, അങ്ങനെ അല്ലെങ്കിൽ ഇരിക്കുക, നിൽക്കുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൊബിലിറ്റി ഫങ്ഷൻസിന്റെ ഡിസോർഡർ, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കറിയാം. ഒരു പ്രായം ചെന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് നമ്മൾ എങ്ങനെയാണോ ഓടിയിരുന്നേ, ചാടിയിരുന്നേ, നടന്നിരുന്നേ, കയ്യും കാലൊക്കെ എത്രത്തോളം ഉയർത്തിയിരുന്നു അല്ലെ, എത്രത്തോളം നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു, ഇരിക്കാനായിട്ട് നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ചാടി പറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ പ്രായമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, അന്നേരം നമുക്ക് ചാടി പറഞ്ഞൊന്നും ഇരിക്കാൻ പറ്റില്ല, കുറച്ച് സമയമൊക്കെ എടുക്കും നമ്മളൊന്ന് ഇരിക്കാനും. അതുപോലെ തന്നെ അതേപോലെ തന്നെ സമയം എടുക്കും നമുക്ക് എഴുന്നേറ്റ് പൊങ്ങിയൊക്കെ വരാനും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റിംഗ്, സ്റ്റാൻഡിങ്, മൂവിങ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ നടത്തം, ഇതിലൊക്കെ വേരിയേഷൻസ് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എൽഡർലി പീപ്പിളിന് ഉള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ലോക്കോമോട്ടോർ പ്രോബ്ലംസ് ഒരു പരിധി വരെയൊക്കെ അതിനൊരു എന്താ പറയാ ഇച്ചിരി വേദനകൾ, ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ, അങ്ങനെ ഇരിക്കുമ്പോൾ നടക്കുമ്പോഴൊക്കെ അത് കുറച്ച് കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ടൊന്നും ഭേദമാകില്ല. ഞാൻ പറഞ്ഞു നമ്മൾ ബോഡി എന്ന് പറയുന്നത് ഒരു മെഷീൻ ലൈക്ക് ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങൾ തീരുന്തോറും എന്ത് ചെയ്യും, അതിന് ഡിപ്രീസിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ എന്താ പറയാ ശരീരത്തിനകത്തുള്ള ഒരുപാട് ഓർഗൻസിന് ഒരുപാട് അവയവങ്ങൾക്ക്
തേയ്മാനങ്ങൾ സംഭവിക്കും അല്ലെ. തേയ്മാനങ്ങൾ വരുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം രോഗങ്ങളായിട്ടൊക്കെ അത് റിഫ്ലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ സിൻകോപ്പ് അല്ലെ, ബ്ലഡിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ നമ്മുടെ ബ്രെയിനിലേക്ക് എത്താത്തതിന്റെ അതിന്റെ ഒരു ഇനാഡക്വസി കൊണ്ടുണ്ടാകുന്ന ഒരുതരം ഫെയിന്റിങ്ങിനെയാണ് നമ്മൾ സിൻകോപ്പ് എന്ന് വിളിക്കുക. പിന്നെ ബോൺ ഡിസീസസും അതുപോലെ തന്നെ നമ്മുടെ എൽഡർലി പീപ്പിള് സഫർ ചെയ്യുന്ന ഒരു രോഗമാണ് നമ്മുടെ ബോൺ ഡിസോർഡേഴ്സ്, എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഡിസ്കിനകൽച്ച അല്ലെ, അല്ലെങ്കിൽ ഡിസ്ക് കംപ്ലൈന്റ് ആകുക, തേയ്മാനം, അതുപോലെ തന്നെ മുട്ടും അതുപോലെ കാലിനൊക്കെ. സിൻകോപ്പ് എന്ന് പറയുന്നത് ഇനാഡക്വസി ഓഫ് ഓക്സിജൻ സർക്കുലേഷൻ ടു ബ്രെയിൻ, ബ്രെയിനിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ സപ്ലൈ ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരുതരം ഫെയിന്റിംഗ് ആണ് സിൻകോപ്പ്. ഞാൻ വേണമെങ്കിൽ എഴുതി തരാം. അത് നമ്മൾ എഴുതിയില്ല, എഴുതിയായിരുന്നോ? അത് ഇല്ലല്ലോ. സിൻകോപ്പ്, ലോക്കോമോട്ടോസ് പ്രോബ്ലം, ഇത് രണ്ടും ഞാൻ എഴുതി തരാം. അപ്പൊ അത് പറഞ്ഞു നിർത്തിയപ്പോ നമ്മൾ അത് നോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യം എഴുതി വെച്ചോ, എന്നിട്ട് നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ചില സർവീസസ് കൂടിയുണ്ട്. ഇതിനനുബന്ധമായിട്ട് നൽകുന്ന ചില സേവനങ്ങള് മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ്, വീടുകളിലേക്ക് ചെന്നിട്ട് എന്താ പറയാ അവർക്ക് തെറാപ്പികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ, ഇത്തരം ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ വീടുകളിൽ കൊണ്ടുപോയി അവർക്ക് എന്താ പറയാ ആ സൗകര്യത്തോടു കൂടി അവരെ ചിലപ്പോൾ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇത്തരം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ചില യൂണിറ്റുകളിലേക്ക് ഇവരെ മാറ്റിയിട്ട് അവർക്ക് അവിടെ അതിന് ഇപ്പൊ ഒത്തിരി കാലങ്ങളായിട്ട് ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ പെട്ടെന്നൊന്നും ഒത്തിരി പ്രായമായാലും മരിക്കില്ല. അപ്പൊ അവർക്ക് എന്താ പറയാ അവരുടെ ലൈഫ് സേവ് ചെയ്യുന്നതോടൊപ്പം അവരെ എന്താ പറയാ കുറച്ച് കൺവീനിയന്റ് ആയ രീതിയിൽ അവരെ കിടത്തുകയും വേണം. അപ്പൊ അവർക്ക് വാട്ടർ ബെഡ് പോലെയുള്ള കാര്യങ്ങള് അല്ലെ, അതുപോലെ തന്നെ ബെഡ് പാൻസ്, അവർക്ക് എപ്പോഴും എഴുന്നേറ്റൊന്നും പോകാൻ പറ്റാത്തവർക്കാണെങ്കിൽ യൂറിനൊക്കെ പാസ് ചെയ്യാനുള്ള പാൻസ്, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി സർവീസസ് കൂടിയാണ്. ഓക്കെ, സോ നിങ്ങൾ അതൊന്ന് എഴുതി വെച്ചോട്ടോ. ഒന്ന് ലോക്കോമോട്ടോസ് പ്രോബ്ലം എഴുതാം. ലോക്കോമോട്ടോസ് പ്രോബ്ലം, ലോക്കോമോട്ടോസ് പ്രോബ്ലം. ടൈപ്പ് ചെയ്താ mobility functions such as mobility functions such as sit, stand, gait, 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 due to locomotion, അതായത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അത് ഇരിക്കുന്നതും നടക്കുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയാ എഴുന്നേൽക്കുമ്പോഴും ഒക്കെ ഉണ്ടാകാവുന്ന ആ ചില ലോക്കോമോട്ടോർ മൊബിലിറ്റി പ്രോബ്ലംസ് ആണ്. അതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരിക കേട്ടോ. അടുത്തത് സിൻകോപ്പ് ആണ്. സിൻകോപ്പ് എഴുതി വയ്ക്കാം, SYN. ആരെങ്കിലും എഴുതാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് എഴുതി കഴിഞ്ഞവരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ വേണമെന്നില്ല, കഴിയുമ്പോൾ കൊടുത്താലും മതി. ബിറ്റ്വീനിൽ നിങ്ങൾ ഇനി അതിന് ഡിസ്റ്റർബൻസ് ആവണ്ട. എഴുതാ ഫെയിന്റിങ് ഡ്യൂ ടു, ഫെയിന്റിങ് സിൻകോപ്പിന്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. ഫെയിന്റിങ് FAINTING, ഫെയിന്റിങ് ഡ്യൂ ടു inadequate, INADEQUATE, adequate, the opposite, inadequate flow of oxygen to brain, ബ്രെയിനിലേക്ക് ആവശ്യത്തിന് ഓക്സിജന്റെ ഒരു എന്താ പറയാ ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഫെയിന്റിങ് എന്നാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അത് രണ്ടും എഴുതി വെച്ചല്ലോ അല്ലെ. ഇനി അതിന്റെ കൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർവീസസ് ആണ്, കമ്മ്യൂണിറ്റി സർവീസസ് ആണ് മൊബൈൽ തെറാപ്പി യൂണിറ്റും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളും. ഓക്കെ, പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നത് ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, ഇത്തരം ഒത്തിരി പ്രായം ചെന്നവർക്ക് വേണ്ടിയിട്ടുള്ള കെയറിങ് കൊടുക്കുന്ന സ്ഥലമാണ് പാലിയേറ്റീവ് കെയർ. ഓക്കെ, അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് പഠിച്ചാലോ, ജനറൽ മെഡിസിൻ. ഓക്കെ, എല്ലാവരും പറഞ്ഞോട്ടെ.
യെസ്, എന്താണ് ജനറൽ മെഡിസിൻ എന്ന് പറയാം? ഇനി ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി തന്നെയാണ്, വിച്ച് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ്, പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ് ഓഫ് അഡൽട്ട് ഡിസീസസ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ആവശ്യത്തിന് പ്രായപൂർത്തിയായവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അഡൽട്ട് എന്ന് പറയുമ്പോൾ പ്രായം ചെന്നവരല്ല, അത് ജെറിയാട്രിക്സ്, പ്രായപൂർത്തിയായവർ, അതായത് ഒരു 18 വയസ്സ് അതിന് മുകളിലൊക്കെ വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള ഡിസീസസ്, സാധാരണ കണ്ടുവരുന്ന ചില പ്രധാനപ്പെട്ട രോഗങ്ങളൊക്കെ, ഇപ്പൊ പനിയായിരിക്കാം, ചുമയായിരിക്കാം, മറ്റേതെങ്കിലും തരത്തിലുള്ള കോമൺ ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി, അതായത് സ്പെഷ്യലൈസ്ഡ് അല്ലാത്തത് അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് എന്താ പറയാ പ്രൊവൈഡ് ചെയ്യുക, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ രോഗങ്ങൾ എന്താണെന്ന് നിവാരണം ചെയ്തെടുക്കുക, അതിന് വരാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ്, അതായത് പ്രിവെൻഷൻ മെഷേഴ്സ് എടുക്കുക, ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആണ് ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. GP എന്ന് പറയുന്ന ജനറൽ പ്രാക്ടീഷണർ ഒരു ഫിസിഷ്യൻ ആയിരിക്കും, ഹു ഈസ് നോട്ട് സ്പെഷ്യലിസ്റ്റ് ഇൻ പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. മെഡിസിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം എടുത്ത് പഠിച്ച ഒരാളല്ല ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. കോമൺ ആണ് ഫിസിഷ്യൻ എന്ന് പറയും നമ്മള്, അല്ലെ? നമ്മൾ ഹോസ്പിറ്റൽസിൽ എന്തെങ്കിലും അസുഖമായിട്ട് വരുമ്പോ ഏതെങ്കിലും ഡോക്ടറെ പ്രത്യേകിച്ച് കാണണമെന്ന് നമ്മളോട് ചോദിക്കും അല്ലെങ്കിൽ ഇന്ന വിഭാഗം, ഇന്ന ഏത് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളെയാണ് കാണുന്നത്. ചില ആൾക്കാർ ഭയങ്കര തലവേദന, അപ്പൊ ഫിസിഷ്യൻ കണ്ടാൽ മതി. ആദ്യം ഒന്നും നമ്മൾ പോയിട്ട് ഇപ്പൊ ഭയങ്കര തലവേദനയൊക്കെ വരുമ്പോ നമ്മൾ വേഗം പോയിട്ട് കണ്ണിന്റെ ഡോക്ടറെ കാണിക്കുന്ന കാരണം തലവേദനയല്ലേ, ചിലപ്പോ അത് കണ്ണുവേദന വരുന്നത് അങ്ങനെയായിട്ടാകാം എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ സജസ്റ്റ് ചെയ്യും. അവൻ നമ്മൾ ആദ്യം തന്നെ ചെയ്യാറില്ല, അല്ലെ? കുറച്ച് തലവേദനയൊക്കെ വരുമ്പോ ആദ്യമൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഫിസിഷ്യൻസിനെ കാണിക്കുക. അത് കഴിയുമ്പോൾ ഫിസിഷ്യൻസിനെ സജസ്റ്റ്, അവര് വേണമെങ്കിൽ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യണമെങ്കിൽ റെഫർ ചെയ്യും, നിങ്ങൾ മരുന്നൊക്കെ കഴിച്ചിട്ട് കുറയുന്നില്ല, അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ENT കാണിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമാണുള്ളത്, എന്താ പറയാ കണ്ണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഓഫ്താൽമോളജിയിൽ കാണിക്കാം. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു സജഷൻസ് നടത്തും. അങ്ങനെയൊന്നുമില്ല ഇവിടെ. അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫീൽഡ് ഹാൻഡിൽ ചെയ്യുന്ന ആളല്ല ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അവർക്ക് കോമൺ ആയിട്ടൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഫീൽഡ് ഓഫ് ഏരിയ ഓഫ് മെഡിസിൻ അവര് പഠിക്കാതെ ഉള്ള ഡോക്ടേഴ്സിനെയാണ്, ഫിസിഷ്യൻസിനെയാണ് നമ്മൾ ജനറൽ പ്രാക്ടീഷണർ എന്ന് വിളിക്കാം. ഇനി ഇവര് സാധാരണ ചെയ്യുന്ന എന്താ? റുട്ടീൻ ആയിട്ടുള്ള ഹെൽത്ത് കെയർ കൊടുക്കും. അതായത് സാധാരണ വരുന്ന രോഗികൾ, അഡൽട്ട് ആയിട്ട് വരുന്ന പ്രായപൂർത്തിയായിട്ടുള്ളവരെല്ലാവരെയും ചികിത്സിക്കുക, അവർക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻസ്, ഇഞ്ചക്ഷൻസ് മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തുക, പരിശോധിക്കുക എന്നുള്ളതൊക്കെ. അതൊക്കെ നോക്കി അവർ അസസ് ചെയ്ത് അവരുടെ ഡിഫറെന്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അവരുടെ ഇഞ്ചുറീസ്, ഇൽനസ് ഒക്കെ മനസ്സിലാക്കുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണേഴ്സ്. ആൻഡ് ഓൾസോ ദേ വിൽ ബി ഹോൾഡിംഗ് MBBS ഡിഗ്രി വിത്ത് MD. MBBS വിത്ത് MD, ജനറൽ മെഡിസിനിൽ MBBS വിത്ത് MD ആയിരിക്കും ഇവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുക, ആരുടെ? ഫിസിഷ്യന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. ജനറൽ എന്ന് പറയുമ്പോൾ അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇൻഫന്റ് അല്ല, അതുപോലെ എൽഡർലി പീപ്പിളും അല്ല. കോമൺലി ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ അഡൽട്ട് ഡിസീസസിന് വേണ്ടിയിട്ടുള്ളതാണ്. അഡൽട്ടുകളായിട്ടുള്ള പ്രായപൂർത്തിയായവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ട്രീറ്റ്മെന്റ്, അവരുടെ രോഗനിവാരണം, അവർക്ക് ആ രോഗം വരാതിരിക്കാനുള്ള പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ഒക്കെ സ്വീകരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫിസിക്കൽ എക്സാമിനേഷൻസ്, റുട്ടീൻ ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ ഈ ഒരു വിഭാഗമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവരുടെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് MBBS വിത്ത് MD. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ അറിയാനുള്ളത്, ജനറൽ മെഡിസിനുമായി ബന്ധപ്പെട്ട് അറിയാനുള്ളത്. ക്ലിയർ ആയോ? 2-3 സെന്റൻസ് ആദ്യം പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആണോ? അടുത്തേക്ക് പോക്കോട്ടെ. ഇല്ലല്ലോ ആരും. ഒരു സ്വർണ്ണമൊക്കെ പറയാം. ഓ ശരി, ഇപ്പുറത്തുണ്ടായിരുന്നു കൈ, ഇപ്പുറത്ത് ഈ ഇങ്ങനെ നോട്ട് ഡിസ്പ്ലേ ചെയ്ത് പ്രസന്റ് ചെയ്യുന്ന കാരണം കാണാൻ പറ്റില്ല. ഇപ്പുറത്തെ സൈഡിലുള്ളവര് ടൈപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് ഇട്ടേക്കാം. ഇനി അടുത്ത എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇന്ന് ഒരുപാട് കുട്ടികൾക്ക് എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന, അത് ഇത് അല്ലെ, എന്തെങ്കിലും കട്ട് ചെയ്യുമ്പോൾ വയറുവേദന കൂടുതലൊക്കെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ, ഇന്ന് വൺസിന്റെ വീക്കെങ്കിലും പുറത്തൊന്നും പോകാത്ത ഫാമിലീസും ഇല്ല. നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ ഫാസ്റ്റ് ഫുഡിനൊക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളിൽ ഇന്ന് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖം കുറച്ച് കാലഘട്ടങ്ങളായിട്ട്, കുറച്ച് മാസങ്ങൾ തന്നെയാണെന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം, വയറുവേദന തന്നെയാണ് കുട്ടികൾ മിക്കതും പറയുന്നത്.
അറിയാം. നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ കുട്ടികളിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്, വയറുവേദന ആയതുകൊണ്ട് വരുന്നില്ല. ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അവർക്കുണ്ടാകുന്ന ഈ പറയുന്ന അസുഖങ്ങൾ കൂടുതലും നമ്മളുടെ ഫുഡില് കൺട്രോൾ ഇല്ലാതെ, അല്ലെങ്കിൽ ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഫുഡുകളൊക്കെ എത്രത്തോളം ഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയില്ല പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മളത് പ്രിഫർ ചെയ്യാത്തത്. പിന്നെ വല്ലപ്പോഴും നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കഴിക്കേണ്ടി വരുന്നു. അപ്പൊ ഇത്തരം നമുക്കറിയാം ഒത്തിരി പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അതല്ലാതെയും വരുന്ന പ്രശ്നങ്ങളുണ്ട്. എവിടെ അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ അബ്ഡോമിനൽ മെഡിസിൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഗ്യാസ്ട്രോ എൻട്രോളജി. അബ്ഡോമിനൽ മീൻസ് സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള, വയറിനകത്ത് കുറെ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓർഗൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസസിനെയൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ്ട്രോ എൻട്രോളജി ആണ് ഉള്ളത്. അപ്പൊ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് കണ്ടീഷൻസ് ഓഫ് അവർ അബ്ഡോമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത് മാത്രമല്ല, അതിനകത്ത് നമുക്കറിയാം വയറിനകത്ത് എന്തൊക്കെയുണ്ട്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ കോളൻ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ലിവർ, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ, കോളൻ ആൻഡ് റെക്ടം. ഇതിനെയൊക്കെ ബാധിക്കുന്ന, ഇതൊക്കെ നമ്മുടെ വയറിനകത്തുള്ള സാധനങ്ങളാണ്. ഇതിനകത്തൊക്കെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾ, പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി. നമ്മുടെ സ്റ്റൊമക് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ സ്റ്റൊമക്കിനകത്ത് വരുന്ന ചില ഓർഗൻസിന്റെ പേരുകളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഈസോഫാഗസ്, what do you mean by esophagus? Esophagus കേട്ടോ. ഇറ്റ്സ് എ ലോങ് ട്യൂബ്, ഒരു എന്താ പറയാ നീളമുള്ള ഒരു കുഴലാണ് നമ്മുടെ ഫുഡ് നമ്മുടെ ത്രോട്ടിൽ നിന്ന് നമ്മൾ വായിക്കകത്ത് വെച്ചിട്ടാ കഴിക്കുക അല്ലെ. അത് നമ്മൾ വായിൽ വെച്ച് കഴിക്കും. നമുക്കറിയാം നമ്മളത് ചവയ്ക്കുമ്പോൾ അത് ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് അത് ചുരുങ്ങി കുറയും, അല്ലെങ്കിൽ എന്താ പറയാ അത് ചെറുതാകും. അതുപോലെ തന്നെ നമ്മുടെ വായിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സലൈവയിൽ മിക്സ് ചെയ്ത് ഡൈജഷന്റെ പ്രോസസ്സിങ് ഫസ്റ്റ് ഓഫ് ഓൾ നടക്കുന്നത്, ആരംഭിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ വായിൽ നിന്ന് തന്നെയാണ്. ഇനി അത് ആ ഫുഡ് നമ്മൾ വേറൊരു കൺസിസ്റ്റൻസിയിൽ ആയിരുന്നു നമ്മുടെ തൊണ്ടയിൽ കൂടി അല്ലെ, ഒരു പൈപ്പ് ഉണ്ട്, ഫുഡ് ഒക്കെ പോകുന്ന പൈപ്പ്, അതാണ് ഫുഡ് പൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെയാണ് നമ്മൾ ഈസോഫാഗസ് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് കണക്റ്റഡ് ഫ്രം അവർ ത്രോട്ട് ടു അവർ സ്റ്റൊമക്. നമ്മുടെ തൊണ്ടയിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ലോങ് പൈപ്പാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റൊമക്, പിന്നെ ലാർജ് ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ, എന്താ വൻകുടലും ചെറുകുടലും. ഇനി ആ വൻകുടൽ കോളൻ എന്നും അറിയപ്പെടുന്നുണ്ട് ലാർജ് ഇൻഡസ്റ്റൈനിന്റെ. പിന്നെ ലിവർ, പാൻക്രിയാസ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും ഉണ്ടാകുന്ന ഫാറ്റ്, കൊളസ്ട്രോൾ, പ്രോട്ടീൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്കറിയാം. അത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായത് എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനെയൊക്കെ എന്താ പറയാ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാൻക്രിയാസ്. അതിനെയൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ ദഹിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായതിനെയൊക്കെ വലിച്ചെടുക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഫാറ്റ്, കൊളസ്ട്രോളിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാസ്. പിന്നെ ഗാൾ ബ്ലാഡർ, ഈ പിത്താശയം അല്ലെ, ഇതിനകത്ത് പിത്തസഞ്ചി, അതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ ചെന്ന് വേദിക്കും മറ്റു കാര്യങ്ങളൊക്കെ അടിഞ്ഞുകൂടുന്ന സ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കോളൻ, റെക്ടം. കോളൻ എന്ന് പറയുന്നത്, കോളൻ നേരത്തെ പറഞ്ഞു ലാർജ് ഇൻഡസ്റ്റൈൻ ആണ്. റെക്ടം എന്ന് പറയുന്നത് ആ ലാർജ് ഇൻഡസ്റ്റൈന്റെ ഏറ്റവും എൻഡ് പാർട്ടിലുള്ള ഒരു ഓപ്പണിംഗ് ആണ്, ഒരു ഓപ്പണിംഗ്. അതായത് ലാർജ് ഇൻഡസ്റ്റൈൻ ആയിക്കോട്ടെ ഏറ്റവും അറ്റത്ത് കാണുന്ന ഒരു ഓപ്പണിംഗ്, ഒരു ഡക്റ്റ് എന്ന് പറയാം. അത്തരം ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ റെക്ടം എന്ന് വിളിക്കുക. അപ്പൊ ഈ പറയുന്ന നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള എന്താ പറയാ ഈ പറയുന്ന അവയവങ്ങൾ, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, ലിവർ, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ, കോളൻ, റെക്ടം, ഇതിനെല്ലാം ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ കേട്ടിട്ടുള്ള എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ഡയഗ്നോസിസ് രീതി ഉള്ളത് അല്ലെ. നമ്മുടെ വയറിനകത്തുള്ള പ്രശ്നങ്ങൾ ഇവിടുന്ന് വായു നോക്കിക്കഴിഞ്ഞാൽ വയറ് വരെ കാണാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. ഇനി ഓരോ കാര്യത്തിനും വയറിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇതൊക്കെ ഏതു നേരം ഓപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? വേണ്ട. അപ്പൊ ഇന്ന് ഒരുപാട് ടെക്നോളജീസ് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. പണ്ടൊക്കെ ചിലപ്പോൾ വയറിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ഇതിനെ ഓപ്പൺ സർജറിയിലൂടെ മാത്രമേ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നിട്ടുണ്ടാവുള്ളൂ പണ്ട്, ഒത്തിരി പണ്ടൊക്കെ. കാരണം ഈ വയറിനകത്ത് എന്താണെന്ന് പിന്നെ നമുക്ക് എങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റുമോ? ഒരു എന്താ പറയാ ഏകദേശം കണക്കിനൊക്കെ നമുക്ക് അതിന്റെ കാര്യത്തിൽ പ്രശ്നം പറഞ്ഞിട്ട് അതിന് മരുന്ന് കൊടുക്കാൻ പറ്റുമോ?
പറ്റില്ല. അപ്പൊ അന്നൊക്കെ ചിലപ്പോൾ ഓപ്പറേഷൻസിലൂടെയൊക്കെ ആയിരിക്കും അവർ തുറന്നൊക്കെ വെച്ചിട്ടായിരിക്കും ആ ഓർഗൻസിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയത്. പക്ഷെ ഇന്ന് there are some new technologies, innovations are developed in this technology. നമുക്കറിയാം മെഡിക്കൽ ഫീൽഡിലായിക്കോട്ടെ ഏത് മേഖലയിലും ഒരുപാട് പുതിയ പുതിയ സാങ്കേതിക വിദ്യ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ്, ഒരു എക്സാമ്പിൾ ആണ് എൻഡോസ്കോപ്പി. നമുക്ക് വായിക്കാൻ കോഡിംഗ് ഇറക്കിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറാസ് അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇഫ് വെൻ ഇറ്റ് enters through our mouth, നമ്മുടെ മൗത്തിൽ കൂടിയാണ് അതിണ്ട്. അത് ഇറങ്ങി അങ്ങോട്ട് ഇറക്കി വിടുമ്പോൾ അതിന്റെ അകത്ത് ഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ക്യാമറാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവർക്കത് എവിടെയാണ് ശരീരത്തിനുള്ളിൽ ഏത് ഭാഗത്താണ്, സൊഫാഗസിലാണോ, ലിവർ പാൻക്രിയാസിലാണോ, അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്റ്റൈൻ സ്മോൾ ഇൻഡസ്റ്റൈനിൽ എവിടെയാണോ അസുഖം എന്ന് കണ്ടുപിടിച്ച് അവർക്കത് മോണിറ്ററിൽ സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയാണ് എൻഡോസ്കോപ്പി. അപ്പൊ വയറിനകത്തുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഡയഗ്നോസിസ് രീതിയാണ്. ആൻഡ് ഫോർ ദിസ് പർപ്പസ് ഇറ്റ്സെൽഫ്, അതുകൊണ്ട് തന്നെ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യൽ നഴ്സസ് ആണ് will be posted. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യൽ നഴ്സസിനെ ആയിരിക്കും പോസ്റ്റ് ചെയ്തിരിക്കുക. സാധാരണ ഉള്ള നഴ്സുമാർ ഇപ്പൊ PSC അല്ലെങ്കിൽ GNM ഒക്കെ പഠിച്ച നഴ്സസിനേക്കാൾ ഉപരി ഈ വിഭാഗത്തിൽ ഗ്യാസ്ട്രോഎൻട്രോളജിയിൽ സ്പെഷ്യലി എന്താ പറയാ അതിന് വേണ്ടിയിട്ട് എടുത്ത് പഠിച്ച ചില നഴ്സസ് ഉണ്ടായിരിക്കും, അവരെയായിരിക്കും പോസ്റ്റ് ചെയ്തിരിക്കുക. ബിക്കോസ് they have to make some investigations, bowel investigations. പിന്നെ വയറ് സംബന്ധമായിട്ടുള്ള ചില പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തേണ്ടി വരും. ഇതൊക്കെ എൻഡോസ്കോപ്പി ഒക്കെ നടത്തി എവിടെയാണ് ഏതാണ് ഭാഗത്താണെന്നൊക്കെ മനസ്സിലാക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അതനുസരിച്ച് ഫർദർ ട്രീറ്റ്മെന്റ് ഡോക്ടേഴ്സിന്, ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് അതായത് ഗ്യാസ്ട്രോഎൻട്രോളജിയിലെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർക്ക് അതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ട്രീറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗത്തിൽ, മറ്റു വിഭാഗങ്ങളിലൊക്കെ സാധാരണ നഴ്സസിനെ ആയിരിക്കും, എന്നാൽ ഇതിനകത്ത് ഇത്തരം ഇൻവെസ്റ്റിഗേഷൻസ് നടത്തേണ്ടത് കൊണ്ട് സ്പെഷ്യലി ആയിട്ടുള്ള നഴ്സസിനെ ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അത് ഏതൊക്കെ അവയവങ്ങളെ സംബന്ധിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ എന്ത് കണ്ടീഷൻസിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, കോളൻ, അതുപോലെ തന്നെ ലിവർ, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ, കോളൻ ആൻഡ് റെക്ടം. ആൻഡ് ഇവിടെയാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് നടക്കുന്നത്. ഗ്യാസ്ട്രോഎൻട്രോളജിയിലാണ്. അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം നിങ്ങൾ ഇതൊക്കെ. Endoscopy deals, endoscopy is the test related in dash department. ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതാണ് എൻഡോസ്കോപ്പി എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി സ്പെഷ്യൽ നഴ്സസ് ആണ് ഇതിനകത്ത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബിക്കോസ് ദേ ഹാവ് capability of performing different range of bowel investigations. കാരണം ഇവർക്ക് bowel investigations നടത്താൻ പറ്റുന്ന ആ രീതിയിലുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്പെഷ്യൽ നഴ്സസിനെ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ ഗ്യാസ്ട്രോഎൻട്രോളജി? അതിന്റെ ഓരോ ചിലതിന്റെയൊക്കെ വേർഡിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഞാൻ എഴുതി തരാം. ഇപ്പൊ തൽക്കാലം നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. ഓക്കെ, മൂവ് ചെയ്യാണ് അടുത്തതിലേക്ക്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഹെപ്പറ്റോളജി. ചെറുതായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. ചെറുതായി പോയത് കൊണ്ട് മാത്രമല്ല, അത് കുറച്ചുള്ളൂ. അതങ്ങനെ സൈസ് ടോപ്പിക്കിന്റെ ഹെഡിങ്ങിന്റെ സൈസ് ഒന്ന് ചെറുതായി പോയതാണ്. അത് പ്രിന്റ് ചെയ്ത് പോകുന്ന മിസ്റ്റേക്ക് ആയിരിക്കുള്ളൂ, കുഴപ്പമില്ല. ഹെപ്പറ്റോളജി is another department which is also a specialty department which deals with the diagnosis and the treatment of different types of patients who are suffering from liver disorders. നമ്മുടെ ലിവർ സംബന്ധമായിട്ടുള്ള, കരൾ സംബന്ധമായിട്ടുള്ള ഡിസോർഡേഴ്സിന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികൾ, അവർക്ക് വേണ്ടിയിട്ടും അവരുടെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ്, മാനേജ്മെന്റും ഒക്കെ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഇതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആണ്. ലിവർ സംബന്ധമായിട്ടുള്ള എല്ലാ ഡിസോർഡേഴ്സും നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഹീൽ ചെയ്യാൻ പറ്റുക. എന്താണ് ഹെപ്പറ്റോളജി? സൂപ്പർ സ്പെഷ്യാലിറ്റി which deals with the diagnosis and management of patients suffering from disorders of liver. ലിവറിന്റെ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക, അവരെ ട്രീറ്റ് ചെയ്യുക, അവരുടെ രോഗത്തിന്റെ നിവാരണങ്ങൾ നടത്തുക, അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി. ക്ലിയർ ആയോ? ഹെപ്പറ്റോളജി മനസ്സിലായോ? ഒറ്റ സെന്റൻസേ തന്നിട്ടുള്ളൂ, അധികം കൂടുതലൊന്നും പഠിക്കാനില്ല. കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതുകൊണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നത് ക്ലിയർ ആയില്ലേ? റൈറ്റ്, മനസ്സിലായില്ലേ? ഗൈനക്കോളജി is the next department. അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഗൈനക്കോളജിയാണ്.
ഗൈനക്കോളജി. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരുപാട് എല്ലാവരും മെജോറിറ്റി കുട്ടികൾ പെൺകുട്ടികൾ തന്നെയാണ്. അപ്പൊ കുറെ പേർക്കൊക്കെ ഇതിനെ കുറിച്ച് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ചില ആളുകൾക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചുള്ള ചില സംശയങ്ങളും ഉണ്ടായിരിക്കും. കാരണം ഇപ്പൊ നമ്മള് എന്താ പറയാ പ്രഗ്നൻസി ടൈമിൽ മാത്രം നമ്മൾ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഗൈനക്കോളജി. പക്ഷെ ഇന്ന് എല്ലാവർക്കും അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. പ്രഗ്നൻസിക്ക് വേണ്ടി മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയൊക്കെ നമ്മൾ ഇടയ്ക്ക് കൊണ്ടുപോകാറൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഇതും മറ്റൊരു രീതിയാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിന്റെ, നമ്മളുടെ തന്നെ പല രീതിയിലുള്ള ഫാസ്റ്റ് ഫുഡ് ഡിപ്പെൻഡിങ്ങും ഒത്തിരി എക്സസൈസ് ഇല്ലായ്മ അല്ലെ. ഒരു അടുത്ത് വെച്ചാൽ കുട്ടികൾ അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ അവർക്ക് എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഏജ് നമുക്കറിയാം. നമ്മുടെ ഹ്യൂമൻ അല്ലെങ്കിൽ വിമൻ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് ചേഞ്ചസിന് എന്താ പറയാ യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. ഒത്തിരി ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരുന്നുണ്ട്. പെൺകുട്ടികളായിട്ടുമ്പോൾ അതായത് ഒരു പെൺകുട്ടി അവരുടെ മെനാർക്ക് പീരീഡ്, ദാറ്റ് മീൻസ് ആരംഭം തുടങ്ങുന്ന സമയം മുതൽ മെനോപോസ് പീരീഡ് വരെ, that means at the end of the menarche, നമ്മുടെ ആർത്തവം വിരാമം ആ സമയം വരെയൊക്കെ നമുക്ക് മെൻസ്ട്രുവേഷൻ പീരീഡിലേക്കൊക്കെ വരെ ആ ഒരു കംപ്ലീറ്റ് ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോട്ട് ഓഫ് ചേഞ്ചസ് ഓക്കർ ഇൻ വിമൻസ് ലൈഫ്. നമുക്കറിയാം സ്ത്രീകളുടെ ആ ഒരു ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നത് ഫിസിക്കലി അതുപോലെ തന്നെ മെന്റലി അല്ലെ. ഒത്തിരി ചേഞ്ചസ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാണ് സ്ത്രീകളുടെ ശരീരം എന്ന് പറയുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ മാത്രമല്ല ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെയോ മോറോവർ എന്തിനാ നമുക്കറിയാം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലി ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതുമായി കണക്റ്റഡ് ആയിട്ടുണ്ട്. ഒരു പെൺകുട്ടി അതിന്റെ ഒരു പർട്ടിക്കുലർ ഏജ് ഫ്രം ദ ഏജ് ഓഫ് 12 ഓൺവേർഡ്സ് നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാം അവർക്ക് അത്തരം മെൻസ്ട്രുവേഷൻ പീരീഡ് വരുന്ന ആ ഒരു കാലഘട്ടം. ഇന്നൊക്കെ കുറച്ച് നേരത്തേക്ക് വരുന്നുണ്ട് 10 വയസ്സ് മുതലൊക്കെ കുട്ടികൾ. അതാണ് പറഞ്ഞത്, ഈ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മളുടേത് മാറി, ഫുഡ് ഹാബിറ്റുകൾ മാറി അല്ലെ. നമ്മൾ കഴിയുന്ന ഫുഡിന്റെ ആ രീതികളും മാറി. നമ്മൾ കഴിയുന്ന ഫുഡുകളുടെ പ്രത്യേകതകൾ കൊണ്ടും ആണ് ഇത്തരം ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് വരുന്നത്. പണ്ടൊക്കെ 10ഉം 15ഉം അല്ലെ 10ാം ക്ലാസ്സിലൊക്കെ കഴിയുമ്പോഴായിരിക്കും ചില കുട്ടികൾക്കൊക്കെ ഈ ഒരു മെനാർക്ക് പീരീഡ് തുടങ്ങുന്നത്. പക്ഷെ ഇന്ന് അത് നമുക്ക് ഏർലി സ്റ്റേജ് കൊച്ചുകുട്ടികൾ അറിഞ്ഞൊക്കെ വരുമ്പോഴേക്കും അവര് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിധേയരായി കഴിഞ്ഞു. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ആ ഒരു പീരീഡ് റെഗുലർ ആയിട്ടൊക്കെ നമ്മുടെ പിന്നീട് നമുക്ക് എല്ലാ മന്തിലും അല്ലെ ബിറ്റ്വീൻ സ്പെച്ച് ഡേയ്സ് അല്ലെ 23 ഡേയ്സിന്റെ ഇടയിൽ ആ ഒരു സമയത്തിന് ഒരു അപ് ടു 7 അത് മാക്സിമം ലിമിറ്റ് ആണ് 7 ഡേയ്സ് വരെയൊക്കെ ഒരു നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അറിയാം. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു സംഭവം എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ റീപ്രൊഡക്ഷനെ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി അത് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. കാരണം പിന്നീട് ഇതൊക്കെ ഇറഗുലർ ആയിട്ട് വരിക അല്ലെ. അതുപോലെ തന്നെ ഒരു മാസമൊക്കെ വന്നു പിന്നെ കുറെ നാൾ ഇല്ലാതിരിക്കുക, പിന്നെ ആ ടൈമിങ് തെറ്റി പോകുക, അതുപോലെ ചില ആളുകൾക്ക് ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ വരിക. ഇതൊക്കെ നമ്മളുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ശരിയായി ബാധിക്കാറുണ്ട്. സോ അങ്ങനെയുള്ള പ്രോബ്ലംസിന് കൂടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. അല്ലാതെ പ്രഗ്നൻസി പീരീഡിൽ മാത്രം നമ്മൾ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല. അപ്പൊ അങ്ങനെയുള്ള ചില ധാരണകളൊക്കെ പണ്ടൊക്കെ ആളുകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നുമില്ല. കാരണം കുട്ടികളിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പാരന്റ്സ് അത് പെട്ടെന്ന് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് PCOD പോലെയുള്ള ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അറ്റ് ദ ഏർലി സ്റ്റേജസ് ഇറ്റ്സെൽഫ്, അതിന്റെ നേരത്തെയുള്ള സമയങ്ങളിൽ തന്നെ ഇതൊക്കെ ഇപ്പൊ കുഴപ്പമില്ല, അത് നല്ലതല്ലേ ഉണ്ടാകാത്തതെന്നൊക്കെ നമ്മളങ്ങനെ വെറുതെ ഒന്നും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, PCOD സംബന്ധമായ പ്രശ്നമാണോ എന്നൊക്കെ നമ്മള് അത് കണ്ടെത്തി അത് എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിൽക്കാലത്തായിരിക്കും അതിന്റെ പ്രശ്നങ്ങൾ വരിക. ഓക്കെ, അപ്പോ ആ ഒരു ഫ്രം ദ ഏജ് ഓഫ് അറ്റൈനിങ് മെനാർക്ക് തുടങ്ങുന്നത് മുതല് കൺസെപ്ഷൻ പീരീഡ്, നമ്മുടെ അണ്ഡം ഭാഗമാകുന്ന സമയം, പിന്നെ എന്താ പറയാ പ്രഗ്നൻസി പീരീഡ്, ചൈൽഡ് ബർത്ത് ആൻഡ് അറ്റ് ലാസ്റ്റ് മെനോപോസ്, ആർത്തവ വിരാമം, ആ ഒരു കാലഘട്ടം വരെയൊക്കെ ഈ പറയുന്ന യൂണിക് ചേഞ്ചസ് സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് മേ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബ്രിങ് സം പ്രോബ്ലംസ്. അത്തരം പ്രശ്നങ്ങൾ നമുക്ക് നേരിട്ടോ അല്ലാതെയോ നമ്മളെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളായിട്ട് മാറും. ആൻഡ് ഓൾസോ ഇറ്റ് മേ അഫക്ട് അവർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അത് നമ്മുടെ പ്രത്യുൽപാദന സമ്പ്രദായത്തെ ചിലപ്പോൾ ബാധിച്ചേക്കാം. സോ ദാറ്റ് അതിന് വേണ്ടിയിട്ട് എന്താ പറയാ പ്രത്യേകം ഇന്ന് ഗൈനക്കോളജിയില് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്
ഓരോന്നിനും പ്രത്യേകം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് പർട്ടിക്കുലർലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യാലിറ്റി എന്താ പറയാ ഡിപ്പാർട്ട്മെന്റുകൾ പോലെ ഗൈനക്കോളജി എല്ലാവരും വേണ്ട സ്ത്രീകളിലെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷേ ഓരോന്നിലും സ്പെഷ്യലൈസ് ചെയ്ത് ഇന്ന് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള 3 ഡിപ്പാർട്ട്മെന്റുകൾ വീണ്ടും അതിനെ സബ് ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഗൈനക്കോളജി, സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും. മറ്റൊന്ന് ഒബ്സ്റ്റട്രിക്സ് ആണ്. എന്താ ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത്? തൊട്ട് താഴെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു പെൺകുട്ടി അമ്മയാകുന്നത് മുതൽ തുടങ്ങുന്ന ആ സമയം തുടങ്ങി പ്രഗ്നൻസി പീരീഡ്, ഡ്യൂറിങ്, ആഫ്റ്റർ ചൈൽഡ് ബർത്ത് ഏറ്റവും കിട്ടേണ്ട ഒരു കെയർ, ഈ ഒരു കംപ്ലീറ്റ് സ്പെക്ട്രം, ആ ഒരു മുഴുവൻ ഭാഗത്തെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗൈനക്കോളജിയുടെ അതിന്റെ ഉള്ളിൽ വരുന്ന മറ്റ് പർട്ടിക്കുലർ സെപ്പറേറ്റ് ബ്രാഞ്ച് ആയിട്ട് തിരിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഗൈനക്കോളജി. പക്ഷെ കൂടുതൽ കോൺസെൻട്രേഷൻ വേണമെന്ന് തോന്നിയത് കൊണ്ടാവണം ഇതിനെ വീണ്ടും ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചസ് ആയിട്ട് തിരിച്ചേക്കുന്നത്. മനസ്സിലാകേണ്ട പറയുന്നത്. അപ്പൊ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ പോരെ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അവിടെ ഗൈനക്കോളജിയിൽ എല്ലാവരും, സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും വരും. അപ്പൊ എല്ലാവരെയും കൂട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ ഭേദം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗങ്ങൾ എടുത്ത് മാറ്റി വെച്ചാൽ അത് സെപ്പറേറ്റ്ലി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ അവിടെ ചികിത്സകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഗൈനക്കോളജി സ്ത്രീ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും. ഒബ്സ്റ്റട്രിക്സ് ഒരു പെൺകുട്ടി അമ്മയാകുന്ന ആ സ്റ്റേജ് മുതൽ, അമ്മയുടെ ആ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു, അത് എന്താ പറയാ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പ്രസവത്തിന് വരെ, പ്രസവം കഴിഞ്ഞു, ആ പ്രസവത്തിന് ശേഷം കുറച്ച് ദിവസം കൂടി നമുക്ക് അതിന് ചികിത്സയൊക്കെ കിട്ടണം അല്ലെ. പ്രസവാനന്തര ശുശ്രൂഷ എന്നൊക്കെ നമ്മൾ പറയും. ആഫ്റ്റർ ചൈൽഡ് ബർത്തിന്റെ ആ ഒരു ട്രീറ്റ്മെന്റുകളൊക്കെ കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഒബ്സ്റ്റട്രിക്സിൽ വരുന്നുള്ളൂ. അത് മാത്രം. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ആണ്, ഈ സ്പെഷ്യൽ ഏരിയ ആണ് ഒബ്സ്റ്റട്രിക്സ്. ഇൻഫെർട്ടിലിറ്റി അടുത്തത്. എന്താ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വന്ധ്യത കേട്ടിട്ടുണ്ടോ? വന്ധ്യത എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികൾ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രം, അത് എന്താണ് പറയാ, നമുക്കറിയാം കുട്ടികൾ ഉണ്ടാകാതിരിക്കുമ്പോൾ അതിന്റെ കാര്യകാരണങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു വിഭാഗം. അപ്പൊ പെണ്ണുങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റിയുടെ കാരണം മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വിഭാഗമാക്കി മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ ഗൈനക്കോളജിനെ ഈ 3 പ്രത്യേക രീതിയിൽ തരംതിരിച്ചിരിക്കുന്നത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതാത് ഇതിനകത്ത് ആളുകളെ എന്താ പറയാ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. Okay, gynecology also includes surgical therapy, surgical treatments. Is gynecology എന്താ പറയാ മെഡിസിൻസ് മാത്രം കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രമല്ല നടക്കുക, സർജറീസ് നടക്കുന്നുണ്ട്. ആൻഡ് ദ കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ദ ഡിസോർഡേഴ്സ് ഓഫ് വിച്ച് ഇൻവോൾവ്സ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് ഒരു സ്ത്രീകളുടെ എന്താ പറയാ റിപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ഒരു ഡിസോർഡർ ഓഫ് ഇൽനെസ്സുകൾ എവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്? ഗൈനക്കോളജിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ചുരുക്കി പറയാം. സർജറീസ് നടക്കുന്നുണ്ട്, തെറാപ്പീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കിട്ടുന്നതാണ് ഗൈനക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഗൈനക്കോളജിയുടെ സ്പെഷ്യൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ കൂടി ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഗൈനക്കോളജി, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി. ക്ലിയർ ആണോ? ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് മനസ്സിലായോ? എനി ഡൗട്ട്? ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. 2 സെക്കൻഡ് മതി വായിക്കാനായിട്ട്. ഓക്കെ, പറഞ്ഞിട്ട് അടുത്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഗൈനക്കോളജിയുടെ ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പഠിക്കാനുള്ളത് അടുത്തത് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇറ്റ്സ് ഓൾസോ സർജിക്കൽ സ്പെഷ്യാലിറ്റി ഡീലിംഗ് വിത്ത് കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ്. അമ്മയ്ക്കും കുട്ടിക്കും സ്പെഷ്യൽ കെയർ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുക, അവർക്ക് ഉണ്ടാകാവുന്ന ആഫ്റ്റർ ബർത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകും?
പ്രസവം കഴിഞ്ഞ് വീട്ടിൽ പോകും അല്ലെ. 2-3 ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അതിൽ കൂടുതലൊന്നും കിടത്തില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകും. അത് കൺവീനിയൻസ് അനുസരിച്ച് സൗകര്യം അനുസരിച്ച് നമ്മളെ കൊണ്ടുപോകും. പിന്നീടുള്ള കെയറിംഗ് ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലാണ് അല്ലെ, അമ്മയ്ക്കും കൊച്ചിനും അല്ലെ. അമ്മയെ കുളിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം രീതിയിലൊക്കെയാണ് അന്ന് പണ്ടൊക്കെ ആളുകളെ ഇങ്ങനെ കുളിപ്പിച്ചിരുന്നത് അല്ലെ. സ്ത്രീകളെ, മക്കളെ, അതുപോലെ തന്നെ അവരുടെ കുട്ടികളെയും ഒക്കെ കുളിപ്പിച്ചിരുന്ന ഒരു പ്രത്യേക രീതിയിലൊക്കെ തന്നെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അതിന് പ്രത്യേക ഒരു രീതി ഉണ്ട്, അതിൻ്റെതായ നിയമപരമായിട്ടുള്ള രീതിയൊക്കെ ഉണ്ട് അല്ലെ. കുട്ടിയെ കുളിപ്പിക്കുന്നതിനുണ്ട്, അതായത് കുട്ടികളുടെ ഇത്ര ദിവസത്തിനുള്ളിൽ കുട്ടികളെ ആ ഒരു പ്രോപ്പർ കെയറിംഗ് കൊടുത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ എന്താ പറയാ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. കുളിപ്പിക്കുന്നതിലൂടെയാണ് ആ ഒരു പ്രത്യേക രീതിയിൽ ഉഴിച്ചിലൊക്കെ നടത്തിയിട്ടാണ് എണ്ണയൊക്കെ പുരട്ടിയിട്ട് കുളിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളർ വെക്കാന് അല്ലെങ്കിൽ കുട്ടികളുടെ ചെവിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഇച്ചിരി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ട് വിടർത്താന്, മൂക്കിനൊക്കെ ഷേപ്പ് വരുത്താനൊക്കെ ഈ ഒരു ചെറിയ ഒരു കുറച്ച് ദിവസത്തെ ഒരു 10-28 ദിവസത്തേക്ക് അവർ ചെറിയ കെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസ് അതിന് വേണ്ടിയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗൈനക്കോളജി ഒരു പ്രത്യേക മേഖലയെ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഗിവ്സ് കെയർ ഫോർ ബോത്ത് മദർ ആൻഡ് ചൈൽഡ്. അമ്മയ്ക്കും കുട്ടിക്കും എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ കെയർ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ബിഫോർ ചൈൽഡ് ബർത്ത്, ഡ്യൂറിംഗ് ദ ചൈൽഡ് ബർത്ത് ആൻഡ് ഓൾസോ ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത്. കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ്, കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു സമയത്തുള്ള കെയറിങ്ങും അതിനുശേഷം ഉണ്ടാകുന്ന കെയറിങ്ങും ഒക്കെ ഇവിടെ ഒബ്സ്റ്റട്രിക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എ ന്യൂ ടെക്നോളജി, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, ART എന്ന് നമുക്ക് അതിന്റെ ഷോർട്ടായിട്ട് പറയാം. ഇവിടെ ഒരു ART എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ കൂടി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ഇൻഫെർട്ടിലിറ്റി ബോത്ത് ഇൻ മെൻ ആൻഡ് വിമൻ. അതായത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന വന്ധ്യത അതിനെ കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് മാത്രമല്ല, ഇറ്റ് ഓൾസോ ഫൈൻഡ് സം ടെക്നിക്സ് ടു ഇംപ്രൂവ് ദ ഫെർട്ടിലിറ്റി. ഈ പുരുഷന്മാരിലും സ്ത്രീകളിലും ഒക്കെ ഉണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റി എന്താണെന്ന് കണ്ടെത്തി, എന്തുകൊണ്ടാണ് കുട്ടികളില്ലാവാത്തത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അവരെ മോർ ഫെർട്ടൈൽ ആക്കുക, അവരുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ എംബ്രയോളജി മീൻസ് ഭ്രൂണശാസ്ത്രമാണ്, അവരുടെ ഭ്രൂണത്തിന്റെ ശാസ്ത്രത്തെ കുറിച്ചൊക്കെ പഠിച്ച് ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ, എന്താ ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ IVF എന്ന് വേണമെങ്കിൽ അതിന് ഷോർട്ടായിട്ട് പറയാം. കൃത്രിമ ഗർഭധാരണത്തിലൂടെ കുട്ടികളെ ഉത്പാദിപ്പിക്കാനുള്ള ഒരു രീതി. അതൊക്കെ ഈ നമ്മുടെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്കിന്റെ ഭാഗമാണ്. പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ വരുമ്പോൾ അതനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിന് മാറ്റങ്ങൾ വരും. അപ്പൊ നമ്മുടെ ഗൈനക്കോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിന്റെ ഒരു അറിയാവുന്ന ഒന്ന് ഒബ്സ്റ്റട്രിക്സ് ട്രീറ്റ്മെന്റുകൾ, അതുപോലെ ART നമ്മുടെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ട്രീറ്റ്മെന്റ്. കൊച്ചുകളില്ലാത്ത ആളുകൾക്ക് അവരുടെ ഫെർട്ടിലിറ്റിയുടെ കാര്യം, എന്തുകൊണ്ടാണ് അവര് വന്ധ്യത അങ്ങനെ വന്നത്, എന്തുകൊണ്ട് അവർ ഫെർട്ടൈൽ ആകുന്നില്ല, മനസ്സിലായോ, അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്ന ആ അവസ്ഥയിലേക്ക് എത്തുന്നില്ല. അപ്പൊ ഇൻഫെർട്ടിലിറ്റി കണ്ടെത്തി അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുട്ടികൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ ആണെന്നാണ് അതിന് പറയുക. IVF ഒന്ന് ഷോർട്ട് ഫോം എഴുതി വെച്ചേക്കാം. IVF എന്ന ബ്രാൻഡിലിട്ടേക്ക് ഇവിടെ ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ IVF എന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ART ഉണ്ട് കേട്ടോ. അതൊരു ടെക്നോളജിയാണ്, മനസ്സിലായോ. അതായത് ഒരു തരം തെറാപ്യൂട്ടിക് ടെക്നോളജി ഉപയോഗിച്ച് ടെക്നിക് ഉപയോഗിച്ച് എന്താ പറയാ നമ്മുടെ ഇംപ്രൂവ് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുക, കൃത്രിമ ഗർഭധാരണത്തിലൂടെ കുട്ടികൾ ഉണ്ടാകുന്നതിലേക്ക് എത്തിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഭ്രൂണശാസ്ത്രമൊക്കെ പഠിച്ച് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ വേഗം ഒന്നും ചെന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ട്രീറ്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതിന് കുറച്ച് സമയം എടുക്കും അല്ലെ. കുട്ടികളില്ലാത്ത ആളുകൾ ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ചെന്നാലും അവർക്ക് കുറെ കാര്യങ്ങൾ അത് ആളുകൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. എല്ലാവരും ഒരു റീസൺ കൊണ്ടല്ലായിരിക്കും എന്താ പറയാ കുട്ടികളില്ലാത്ത അവസ്ഥ ഉണ്ടാകുക. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെയും പർട്ടിക്കുലർ റീസൺസ് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അവർക്കത് ഡയഗ്നോസിസ് ചെയ്ത് മനസ്സിലാക്കി വേണ്ടിയിരിക്കും. ആൻഡ് ഓൾസോ ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ഇൻഫെർട്ടിലിറ്റി. ആ ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യം മനസ്സിലാക്കി അതിന് അത്തരം രീതിയിലുള്ള ഓരോ ഇൻഫെർട്ടിലിറ്റിക്കും വേണ്ട ട്രീറ്റ്മെന്റ് അവർ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആയോ? IVF ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ എന്ന്
എഴുതി വെക്കാം. ഇവിടെ ഉദാഹരണം ഒക്കെ പറയുന്നുണ്ട്. IVF ട്രീറ്റ്മെന്റ് ഫാമിലിയിൽ ഒരു ഇപ്പൊ ഒരു കോമൺ ഇതായി തീർന്നു, അധികം നമുക്ക് ഫെമിലിയർ ആയിട്ട് മാറി ഇതൊക്കെ. ഈ കൃത്രിമ ഗർഭധാരണം എന്നാണ് അതിന്റെ പേര്, മലയാളം കൃത്രിമ ഗർഭധാരണം. ഓക്കെ, IVF. പിന്നെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്ക് ART. ഞാൻ നോട്ടിൽ എഴുതി തരാം, അതായിരിക്കും ബെറ്റർ ഐ തിങ്ക്. മതിയില്ലേ? നോട്ടിലേക്ക് മതിയില്ലേ? സോ ഒന്ന് വേഗം വായിച്ചു നോക്കി. ഒബ്സ്റ്റട്രിക്സ് പെട്ടെന്ന് വായിക്കും. ഒരു നോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നോട്ട് എഴുതി തരാം, അല്ലെങ്കിൽ സമയം പോകും. കൂടി എടുക്കണം ഒരെണ്ണം കൂടി, എന്നിട്ട് അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. ക്ലിയർ? എനി ഡൗട്ട്സ്? സിമ്പിൾ കാര്യങ്ങളാണ്. അജ്മി മനസ്സിലായോ? അജ്മി സ്പീഡ് കൂടിയായിരുന്നു പറഞ്ഞു. മനസ്സിലായോ പറഞ്ഞത്? IVF-ന്റെ അർത്ഥം കൃത്രിമ ഗർഭധാരണം, ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ. അജ്മി എവിടെ പോയി? അജ്മി ഒന്ന് റെസ്പോണ്ട് ചെയ്ത് മനസ്സിലായോ പറഞ്ഞത്? അജ്മിയാന്ന് തോന്നുന്നു. സ്പീഡ് ഒന്ന് കുറച്ച് പറയോ എന്ന് ആരോ ചോദിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. ആരാ? അജ്മിയാണോ ചോദിച്ചത്? എന്റെ മനസ്സിൽ ആ ഒരു പേരൊക്കെ അങ്ങനെ ഞാനവിടെ കമന്റ് വായിച്ച് വിട്ടായിരുന്നു. ഭ്രൂണശാസ്ത്രം, എംബ്രയോളജി, ആ ഭ്രൂണത്തെ കുറിച്ച് പഠിക്കുന്നത്. ഇത് കൊച്ചുങ്ങളുണ്ടായി വരുന്ന സ്റ്റേജില്ലേ, അതിന് ഉണ്ടാകുന്ന ഒരു അതിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ്. ഓക്കെ, സോ അടുത്തേക്ക് പോകാം കേട്ടോ ചോദിച്ച്. ഓക്കെ, ന്യൂറോളജിയാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ്. എന്താ ന്യൂറോളജി? ന്യൂറോളജി ഇസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് അവർ ഹ്യൂമൻ നെർവസ് സിസ്റ്റം. നമ്മുടെ അതായത് മനുഷ്യന്മാരുടെ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി. എന്താണ് ഹ്യൂമൻ നെർവസ് സിസ്റ്റം? വിച്ച് കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, അല്ലെ? നമ്മുടെ ബ്രെയിൻ അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഒക്കെ അതിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന രോഗങ്ങള്, അതിനെ കുറിച്ച് മനസ്സിലാക്കുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ട്രീറ്റ്മെന്റ് കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേഷ്യൻസിനെ അവരുടെ രോഗം കണ്ടെത്തി അവർക്ക് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുക. അപ്പൊ ഡോക്ടേഴ്സ് അത് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഡോക്ടേഴ്സ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ട്രീറ്റ് പേഷ്യൻസ് ഫോർ പ്രോബ്ലംസ് അഫക്ടിംഗ് ദെയർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവസ് സിസ്റ്റം, അതിന് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി. ഇനി ഇവിടെ ന്യൂറോളജിസ്റ്റുകളാണ് ഹാവ് ടു എക്സാമിൻ ദ പേഷ്യൻസ്. ന്യൂറോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ മുമ്പിൽ ഇത്ര ന്യൂറോ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുമായിട്ട് വരുന്ന പേഷ്യൻസിനെ അവരെന്ത് ചെയ്യും? അവര് ഡയഗ്നോസിസ് ചെയ്യും, അല്ലെങ്കിൽ രോഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരെ പരിശോധിക്കും, അല്ലെ? സോ അവരുടെ പരിശോധന എങ്ങനെയാ? ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുന്ന നമ്മുടെ ബ്രെയിൻ അതുപോലെ സ്പൈനൽ കോഡിനെയൊക്കെ സംബന്ധിക്കുന്ന നെർവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗത്തിന് ചികിത്സിക്കാൻ വരുമ്പോ എന്താ, നമ്മൾ വെറുതെ ഫിസിക്കൽ എക്സാമിനേഷൻ ഇങ്ങനെ സ്റ്റെതോസ്കോപ്പ് കുറിച്ച് വെച്ചതുകൊണ്ടും കാര്യമായില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ they have to make or take a comprehensive medical history of that particular patient. ആ ഒരു പേഷ്യന്റിന്റെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് സമഗ്രമായ ഒരു വൈദ്യ പരിശോധന, ഒരു വൈദ്യ ശാസ്ത്രം, അല്ലെങ്കിൽ നേരത്തെ മുൻകാലഘട്ടങ്ങളിൽ എന്തൊക്കെ അസുഖങ്ങളാണ് അവർക്ക് വന്നിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മുതൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. ന്യൂറോ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളുമായിട്ട് വരുന്ന പേഷ്യൻസിന് നേരിട്ട് വേഗം തന്നെ വന്നിട്ട് സ്റ്റെതോസ്കോപ്പ് എടുത്ത് പരിശോധിക്കലല്ല, അതിനേക്കാൾ ഉപരി അവരിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, അവർക്ക് എന്തൊക്കെ രോഗങ്ങൾ മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട്, ചിലപ്പോൾ ചില രോഗങ്ങൾ വന്നതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിരിക്കാം അങ്ങനെയുള്ള നെർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരട്ടെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ ഫിസിക്കൽ എക്സാമിനേഷൻസ് ഫോക്കസ് ചെയ്യുക അവരുടെ, മാത്രമല്ല അവരുടെ നെർവ് സിസ്റ്റത്തെ പരിശോധിക്കുക. അപ്പൊ ഇത്തരം പല കാര്യങ്ങളും കൂടി നോക്കിയിട്ടാണ് ന്യൂറോളജിസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത പേഷ്യൻസ് പ്രോബ്ലംസ്, പേഷ്യന്റിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി നോക്കുന്നു, പെർഫോമിംഗ് ദയർ ഫിസിക്കൽ എക്സാമിനേഷൻസ്, അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള എക്സാമിനേഷൻസ് നടത്തുന്നു, ആൻഡ് ഓൾസോ ഇവാലുവേറ്റിംഗ് ദയർ നെർവ് സിസ്റ്റം, അവരുടെ നെർവ് സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ്. ഇനി എന്താ പറയാ, ഇങ്ങനെ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് അതിനകത്ത് പെടുന്നത്? പേഷ്യൻസ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, ഒരു പേഷ്യന്റിന്റെ വൈജ്ഞാനികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടത്തുന്നു. ബുദ്ധിപരമായിട്ട് എന്ന് വെച്ചാൽ വലിയ ബുദ്ധി പ്രവർത്തിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ഏതെങ്കിലും മാത്സിന്റെയോ സയൻസിന്റെയോ ഒരു വലിയ സാധനം കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യാൻ പറയുന്നതല്ല.
അങ്ങനെയല്ല, കോഗ്നിറ്റീവ് ഫങ്ഷൻ, വൈജ്ഞാനികപരമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ചോദിക്കുകയോ പറയോ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാനൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അത് പരിശോധിച്ചിട്ട് പിന്നെ എങ്ങനെയാ മോട്ടോർ സ്ട്രെങ്ത് പരിശോധിച്ചിട്ട്, മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, മെഷീൻസ് ഒക്കെ വരുന്ന വണ്ടിയുടെ സ്ട്രെങ്ത് ആണോ? അല്ല, നമ്മളുടെ മൂവ്മെന്റ് സ്ട്രെങ്ത് ആണ്. മൂവ്മെന്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളത് യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതെങ്ങനെയാണത് പെർഫോം ചെയ്യിപ്പിക്കണേന്ന് നമ്മുടെ ഡോക്ടേഴ്സ്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസ് ഇല്ലേ, ആ പേഷ്യൻസിന്റെ ഒന്നില്ലെങ്കിൽ അവരോട് ഇങ്ങനെ ഭിത്തിയിലെ ഒരു 3-4-5 ആക്ടിവിറ്റീസ് ആണ് അവരെ കൂടി ചെയ്യിപ്പിക്കുക. അതാണ് മോട്ടോർ സ്ട്രെങ്ത് പരിശോധിക്കാൻ വേണ്ടിയിട്ടേ എന്ത് ചെയ്യുന്നു, അവരെ കുറച്ച് ഒരു 3-4-5 ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഈ മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ദ സ്ട്രെങ്ത് ഓർ മൂവ്മെന്റ് ഓഫ് അവർ മസിൽസ് ആൻഡ് ജോയിന്റ്സ് ആണ്. നമ്മളുടെ നമ്മളിപ്പോ കൈയും കാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുരുക്കുമ്പോഴും നീട്ടുമ്പോഴൊക്കെ നമ്മുടെ ബോഡിയുടെയും മസിൽസ് ഇല്ലേ, ആ ഭാഗത്തുള്ള മസിൽസ് ജോയിന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ മൂവ്മെന്റുകളുടെ ഇത് നോക്കിയിട്ടാണ് അസസ് ചെയ്യുന്നത്, മോട്ടോർ സ്ട്രെങ്ത് അസസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് നമ്മുടെ കൈയുടെ പാങ്ങിൽ വിടർത്തി വെച്ചിട്ട് എന്താ പറയാ ഭിത്തിയിൽ ഇങ്ങനെ അമർത്താൻ പറയും. അപ്പൊ അമർത്തിയിട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ കളിക്കുമ്പോഴില്ലേ ഈ മസിൽ എത്രത്തോളം മൂവ് ചെയ്യുന്നുണ്ട്, അവരുടെ ജോയിന്റ് എത്രത്തോളം മൂവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ അങ്ങനത്തെ ഒരു 3-4-5 ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ഇരുത്തിയിട്ടായിരിക്കാം ചിലപ്പോ കാല് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിച്ചിട്ടാകാം. ഓക്കെ, ഡോക്ടറുടെ കയ്യിലേക്ക് ഇങ്ങനെ അമർത്തി രണ്ടുപേരെ അമർത്തിയിട്ട് അങ്ങനെ പുഷ് ചെയ്തിട്ടാകാം. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്തു നോക്കും. ആൻഡ് സോ ദാറ്റ് ദേ കൻ അസസ് ദ മൂവ്മെന്റ് ഓഫ് ദ മസിൽസ് ആൻഡ് ഓൾസോ ദ ജോയിന്റ്സ് ഓഫ് ദ പേഷ്യൻസ്. പേഷ്യന്റിന്റെ ഈ മസിൽ മൂവ്മെന്റും ജോയിന്റ് മൂവ്മെന്റും ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പരിശോധിക്കുന്നതാണ് മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സെൻസേഷൻ റിഫ്ലക്സസ്, അതായത് നമുക്ക് സ്പർശിക്കുന്ന സ്ഥലത്ത് ആ സ്പർശന അനുഭവപ്പെടുന്നുണ്ടോ, അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ അല്ലെ, തൊടുന്ന വിഭാഗങ്ങളിലൊക്കെ. ചിലപ്പോൾ ചില ആളുകളുടെ നെർവ് സിസ്റ്റത്തിനൊക്കെ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് തൊടുന്നത് ആ സ്ഥലമൊക്കെ അറിയില്ല, ചിലർക്ക് പേഷ്യൻസിന് അറിയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. പിന്നെ കോർഡിനേഷൻ, എന്ത് കോർഡിനേഷൻ ആണ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യില്ലേ, അതൊക്കെ പല രീതിയിലും അത് പരിശോധിക്കാം കേട്ടോ ഡോക്ടേഴ്സിന്. ചില ആളുകളോട് എന്താ പറയാ, ഇന്നലെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അത് ഓർത്തെടുത്ത് 1 by 1 ഓർഡറിൽ അങ്ങോട്ട് പറയാൻ പറ്റുമോ എന്ന് പരിശോധിക്കുക. അത് തന്നെ റിവേഴ്സ് ഓർഡറിൽ ഒന്ന് പറയാൻ പറ്റുമോ എന്ന് പരിശോധിക്കുക. അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഈ പരിശോധന നടക്കുക, നമ്മുടെ ന്യൂറോളജിയിലെ പരിശോധന നടക്കുക. അല്ലാതെ ന്യൂറോ സംബന്ധമായിട്ടുള്ള നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അത്തരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ റിഫ്ലക്ട് ചെയ്യും. ഈ പറയുന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പേഷ്യൻസിന് ചെയ്യാൻ പറ്റില്ല. മോട്ടോർ സ്ട്രെങ്ത്, ഈ മൂവ്മെന്റുകൾ, മസിൽ മൂവ്മെന്റുകൾ ശരിയായ രീതിയിലാവില്ല. മനസ്സിലായോ? കോർഡിനേഷൻ അവർക്ക് പറ്റില്ല. ചിലപ്പോ ഓർത്തെടുത്താ പറയാൻ പറഞ്ഞു ഇത്രയൊക്കെ ഞാൻ ഓർക്കുന്നുള്ളൂ, പിന്നെ എന്തൊക്കെ ചെയ്ത് ഓർമ്മ കിട്ടുന്നില്ല. സോ ദാറ്റ് മീൻസ് ദർ ഇസ് നോ കോർഡിനേഷൻ. അവരുടെ ആ ഒരു ചിന്തയിൽ ആ ഒരു കാര്യങ്ങളെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് പറയാനായിട്ട് അവർ ഫെയിൽ ആകുന്നു. ആൻഡ് ഓൾസോ അവരെ അങ്ങോട്ട് കൊടുക്കുന്നു നടത്തി നോക്കും, അവരെ നടത്താം, അങ്ങോട്ട് കൊടുക്കുന്നു നടത്തി നോക്കും, അതിലെന്തെങ്കിലും പ്രത്യേകതകൾ തോന്നുന്നുണ്ടോ, അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ന്യൂറോളജിസ്റ്റുകൾ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നത് ബൈ ദ അസസ്മെന്റ് ഓഫ് പേഷ്യൻസ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, മോട്ടോർ സ്ട്രെങ്ത്, then sensation reflection, then also coordination and agility. ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. അല്ലാതെ വെറുതെ പരിശോധിക്കാൻ വേണ്ടി സ്റ്റെതസ്കോപ്പ് വെച്ച് നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചതുകൊണ്ട് എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻസൈഡ് അവർ ബ്രെയിൻ, അവർ നെർവ് സിസ്റ്റം. നമ്മുടെ നെർവ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നും ഇതുകൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നെർവ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അസസ്മെന്റ് ഇങ്ങനെയൊക്കെയാണ് നടത്തുക. ആൻഡ് ഓൾസോ ന്യൂറോളജിസ്റ്റ്, ദോസ് ഹു ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് വിൽ നോട്ട് പെർഫോം ദ സർജറി. ഇവര് ന്യൂറോളജിസ്റ്റുകളല്ല ഈ ന്യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റില് സർജറീസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. ഇഫ് എനി പേഷ്യന്റ് നീഡ്സ് എനി സർജറീസ്, ഏതെങ്കിലും പേഷ്യൻസിന് സർജറി ന്യൂറോവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റ് റെഫർ ദം ടു ദ ന്യൂറോ സർജൻ. ആരിലേക്ക് കൊടുക്കും, ആരെ സജസ്റ്റ് ചെയ്യും? ന്യൂറോ സർജനെ കാണാൻ പറയും. കാരണം അവരാണ് എന്ത് ചെയ്യുന്നത്, സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സർജിക്കൽ ഇന്റർവെൻഷൻ ഈസ് ചെയ്ത് ഫ്രം ദ ന്യൂറോ സർജൻ. അപ്പൊ സർജിക്കൽ ആയിട്ടുള്ള സർജറി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ന്യൂറോളജിയിലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ ന്യൂറോളജിസ്റ്റ്, അല്ല ന്യൂറോ സർജൻ ആണ് അത് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചില കാര്യങ്ങൾ ഞാൻ നോട്ടായിട്ട് എഴുതി തരാം. അല്ലാതെ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് പെട്ടെന്ന് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയിട്ട് ചോദിച്ചാൽ മതി.
ന്യൂറോ സർജൻ ആണ് എന്താ പറയാ സർജറീസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് വെറുതെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. അങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കഴിയുമ്പോ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കുറച്ച് ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാനൊക്കെ പറ്റും. ന്യൂറോളജിസ്റ്റ് ഡു നോട്ട് പെർഫോം സർജറി. ന്യൂറോളജിസ്റ്റുകൾ സർജറി പെർഫോം ചെയ്തില്ല. ആവശ്യം പോയെന്ന് പറഞ്ഞ ലാസ്റ്റ് സെന്റൻസ് ആണോ ഉദ്ദേശിച്ചത്? If the patient requires surgery, they refer them to neurosurgeon. സർജറി ആവശ്യമുണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റുകൾ അവരെ ആർക്ക് സജസ്റ്റ് ചെയ്യും? ന്യൂറോസർജന് സജസ്റ്റ് ചെയ്യും. ന്യൂറോസർജൻ ആണ് സർജിക്കൽ ഇന്റർവെൻഷൻസ് ചെയ്യുന്നത്. സർജിക്കൽ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ സർജിക്കൽ ഇടപാടുകൾ ചെയ്യുന്നത് ന്യൂറോസർജൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോട്ട് എഴുതിയാലോ? അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നോട്ട് എഴുതാൻ സമയം കിട്ടിയെന്ന് വരില്ല. സോ ഇതാണ് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് എഴുതാം. ഗ്യാസ്ട്രോ എൻട്രോളജി ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഡിപ്പാർട്ട്മെന്റ് ഒന്ന് തന്നെ. സർജറി ചെയ്യുന്ന ആ ഒരു സർജിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ന്യൂറോ സർജനാണ്. ഞരമ്പ് സംബന്ധമായിട്ടുള്ള സർജറീസ് ഒക്കെ. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് എഴുതാം. ആ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾക്കാണ് എഴുതേണ്ടത്. ഒന്നാമത്തേത് ഈസോഫാഗസ്. ഈസോഫാഗസ് എഴുതി വെക്കാട്ടാ. അറിയില്ലാത്തവരെ എഴുതി വെക്കാം. ഈസോഫാഗസ് നമുക്ക് പിന്നീട് ആരും നോക്കുമ്പോ മനസ്സിലാവുമല്ലോ, അറിയാൻ പറ്റും. ഒരു ഹെൽമെറ്റ് എടുത്തുക. ലോങ് ട്യൂബ്. ലോങ് ട്യൂബ്, TUB, ട്യൂബ് that carries food from throat to stomach. Food from throat, THROAT, throat to stomach. Food from throat to stomach. Next one. അടുത്തത് സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ ഒക്കെ അറിയാലോ. വൻകുടൽ, ചെറുകുടൽ. അടുത്തത് കോളൻ, COLON, കോളൻ എഴുതാം. കോളൻ. കോളൻ എഴുതിയിട്ട് ഒരു ഹൈഫ്രണ്ട് എഴുതാം. എൻഡ് പാർട്ട് ഓഫ്, എൻഡ് എൻഡ് പാർട്ട് ഓഫ് large intestine. Large intestine. End part of large intestine. Next one. Esophagus. Sorry, esophagus. അടുത്തത് liver pancreas. Liver pancreas. Liver pancreas. ഏതാണ് മനസ്സിലാവും? ഏതാ? കോളൻ ആണോ? കോളൻ എൻഡ് പാർട്ട് ഓഫ് ലാർജ് ഇൻഡസ്റ്റൈൻ. എൻഡ് പാർട്ട് ഓഫ് ലാർജ് ഇൻഡസ്റ്റൈൻ, അതാണ് കോളൻ. ലിവർ പാൻക്രിയാസ് ആണ് അടുത്തത് പറയാൻ പോകുന്നത്. അണ്ടർലൈൻ, സോറി, ഹൈഫ്രണ്ട് എഴുതാം. which produces digestive enzymes. Digestive enzyme, ENZYMES, enzymes which break down fat, carbohydrates, protein, etc. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതിനെയൊക്കെ വിഘടിപ്പിക്കുക, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്
എന്താ പറയാ ഡൈജസ്റ്റീവിന് വേണ്ടിയിട്ടുള്ള ഡൈജഷന് വേണ്ടിയിട്ടുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ഇതിന്റെ പർപ്പസ്. ഓക്കെ, ഗാൾ ബ്ലാഡർ ഒക്കെ അറിയാലോ മലയാളം. അതൊരു പിത്തസഞ്ചി അല്ലെ, പിത്തസഞ്ചി. സാക്ക് ലൊക്കേറ്റഡ് അണ്ടർ അവർ ലിവർ. സാക്ക് ഗാൾ ബ്ലാഡർ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒരു ഹൈഫൻ ഇട്ടിട്ട്. സാക്ക് ലൊക്കേറ്റഡ് അണ്ടർ ലിവർ. സാക്ക് ലൊക്കേറ്റഡ് അണ്ടർ ലിവർ. ഓക്കെ, ഇനി അടുത്തത് ന്യൂറോളജി ആണ്. മറ്റേ അവിടെ ഇവിടെ ഇതുണ്ട് കേട്ടോ. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ഒബ്സ്റ്റട്രിക്സിനകത്ത് ഒബ്സ്റ്റട്രിക്സ് എന്ന് എഴുതാം, ഒബ്സ്റ്റട്രിക്സ് എന്ന് എഴുതാം. അതിന്റെ അടിയില് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്, ART എന്ന് ബ്രാക്കറ്റിൽ ഇട്ടോട്ടാണ്. ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്. അതവിടെ എക്സ്പ്ലനേഷൻ അതിന്റെ അവിടെ തന്നെ പറയുന്നുണ്ട്. മെഡിസിൻ വിച്ച് ഡീൽസ് വിത്ത് ഇൻഫെർട്ടിലിറ്റി ഇൻ ബോത്ത് മെൻ ആൻഡ് വുമൺ അല്ലെ. സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ കാണുക, കണ്ടെത്തുക, അതിനു വേണ്ടിയിട്ടുള്ള തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ടെക്നിക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ART എന്ന് പറയുന്നത്. എന്നിട്ട് അങ്ങനെ കൃത്രിമ ഗർഭധാരണം സാധ്യമാക്കുക. അതാണ് ART. അടുത്ത നമ്മൾ അതിനകത്ത് എഴുതാന്ന് പറഞ്ഞത് ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ, കൃത്രിമ ഗർഭധാരണം. ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ, കൃത്രിമ ഗർഭധാരണം. പിന്നെന്താണ് ഇതിന്റെയൊക്കെ മലയാളം അറിയാമല്ലോ. കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി, സമഗ്രമായ വൈദ്യ പരിശോധന. അതുപോലെ തന്നെ ഹിസ്റ്ററി അറിയുക എന്നുള്ളതൊക്കെയാണ്. കോർഡിനേഷൻ, ഏകോപനം. കോർഡിനേഷൻ, ഏകോപനം. ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ മലയാളം എഴുതി വെച്ചേക്കിട്ടാ. ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ, കൃത്രിമ ഗർഭധാരണം. അടുത്തത് മോട്ടോർ സ്ട്രെങ്ത് ഒന്ന് എഴുതി വെച്ചേക്കാം. എന്താണ് ജസ്റ്റ് ഒന്ന് അത് കേൾക്കുമ്പോ അത് വായിക്കുമ്പോ എങ്കിലും മനസ്സിലാകുമല്ലോ. മോട്ടോർ സ്ട്രെങ്ത്, മോട്ടോർ സ്ട്രെങ്ത്. It is assessed, ഒരു ഹൈഫ്രണ്ട് ചെയ്താ കേട്ടാ. It is assessed, ASSESSED. It is assessed in accordance of the movement of muscles and joints. In accordance with the movements of muscles, MUSCLES, muscles and joints, by some activities. നിങ്ങൾക്ക് നോക്കി അടിച്ചു കൊടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും എങ്ങനെയൊക്കെയാണ് അത് അവർ ചെയ്യുന്നത്. ഒരു 5-6 എണ്ണമൊക്കെയാണ്. 6 ആക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. ചുമരിൽ ഇങ്ങനെ തള്ളി പിടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണിക്കുമ്പോൾ ആ മസിലും അതുപോലെ തന്നെ ജോയിന്റും എങ്ങനെ മൂവ് ചെയ്യുന്നു അതൊക്കെ നോക്കിയിട്ടൊക്കെ നെർവസ് സിസ്റ്റത്തിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അവർക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനത്തെ ഒരു 5 മൂവ്മെന്റ്. 5 കിട്ടുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. നെർവസ് സിസ്റ്റത്തിന് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. 5 4 മൂവ്മെന്റ് കറക്റ്റ് ആകും. ചിലപ്പോ മസിൽ മൂവ് ചെയ്യും, ചിലപ്പോ ജോയിന്റ് അനങ്ങുന്നില്ല. ഓക്കെ, ചിലപ്പോ ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ട് പക്ഷെ മസിൽ മൂവ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ അവർക്കത് അസസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഏതാ കൂടി പറയണ്ടേ? ആരെങ്കിലും ഒന്ന് എഴുതിയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം കേട്ടാ. എഴുതിയില്ലേ? ആരെങ്കിലും എഴുതാത്ത അല്ല ശരി, എഴുതിയവർ ആരെങ്കിലും ഉണ്ടോ? ഒരാള് എഴുതിയവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാ? മോർ പറയുന്നത് ശില്പ ആരും എഴുതിയില്ല. മോട്ടോർ സ്ട്രെങ്ത് എന്താണെന്ന് ആരും എഴുതിയില്ലേ? എഴുതി. റംഷീന ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കൊടുത്തേക്കാം കേട്ടാ.
നമ്മളിന്ന് എഴുതിയതും അതുപോലെ തന്നെ പഠിച്ചതും എടുത്തതുമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാം തന്നെ നന്നായിട്ട് വായിച്ചു നോക്കാം. അധികമൊന്നും എടുത്തിട്ടൊന്നുമില്ല. ജെറിയാട്രിക്സ്, ജനറൽ മെഡിസിൻ, ഗ്യാസ്ട്രോഎൻട്രോളജി, ഗൈനക്കോളജി, ഒബ്സ്റ്റട്രിക്സ്, ന്യൂറോളജി ഇത്രയും ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട്. ഹെപ്പറ്റോളജി കുഞ്ഞിതായിരുന്നു അവിടെ ഹെപ്പറ്റോളജി കേട്ടാ. ആദ്യം മൂന്നും 7 ഡിപ്പാർട്ട്മെന്റേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ജെറിയാട്രിക്സ് ഒന്നുകൂടി ലാസ്റ്റ് പറഞ്ഞതായതുകൊണ്ട് ഒന്നുകൂടി അവിടെ പറഞ്ഞത് മാത്രം. അപ്പൊ ഈ 7 ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വരിക. അതുപോലെ തന്നെ ഇതിൽ തന്നെ നോട്ടും വായിക്കുക. അതിനകത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം കണ്ടത് മാത്രം. ഓക്കെ അല്ലേ? 3-4 പേജൊക്കെ എടുക്കേണ്ടതാണ്. ഇവിടെ 1.5 പേജ് കൊണ്ട് എടുത്തിട്ട് അത്രയും എടുത്തിട്ടുള്ളൂ നമ്മള്. എന്ന് വെച്ചാൽ അത്രയും സ്ലോയിലാണ് നമ്മൾ എടുത്തേക്കണേന്നും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്നും ഓർക്കുക. ഞാൻ വായടച്ചിട്ടില്ലല്ലോ എത്ര നേരമായിട്ട് വന്നിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അത് ഒന്ന് ആരെങ്കിലും എഴുതാതെ അവിടെ റംഷിന അത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവര് ഒന്ന് എഴുതിയെടുക്കുക കേട്ടാ. അതെ കറക്റ്റ് ആണ്. ഓക്കെ, സി യു അടുത്ത ദിവസം.